വളാഞ്ചേരിയിൽ നിലവിലുള്ള ബസ് സ്റ്റാൻഡ് നിലനിർത്തണമെന്ന ആവശ്യവുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി രംഗത്ത്. വളാഞ്ചേരി പട്ടണത്തിലുണ്ടായിട്ടുള്ള കാലോചിതമായ വികസനങ്ങൾക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വളാഞ്ചേരി യൂണിറ്റ് എക്കാലത്തും അനുകൂല നിലപാടുകളാണ് കൈക്കൊണ്ടിട്ടുള്ളത്. എന്നാൽ നിലവിലുള്ള ബസ് സ്റ്റാൻഡിലെ 150 പരം കച്ചവടക്കാരും അവരുടെ കുടുംബാംഗങ്ങളും 450ഓളം ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളും ഉൾപ്പെടെ 5000ഓളം ആളുകളുടെ ഉപജീവന മാർഗം ഇല്ലാതാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംഘടന അനുകൂലമല്ലെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വികസനത്തിന് ഞങ്ങൾ എതിരല്ല. കാലങ്ങളായി വളാഞ്ചേരി പട്ടണം വികസിച്ചപ്പോൾ അതിന് കൂടെ നിന്നവരാണ് കച്ചവടക്കാർ. സംസ്ഥാന തലത്തിലായാലും അതിന് ഞങ്ങളെതിരെ. വേറൊരു ബസ് സ്റ്റാൻഡ് വരുന്നു എന്നുള്ളതിന് ഞങ്ങൾക്ക് പ്രസക്തിയില്ല. ഉള്ളത് നിലനിൽക്കണം എന്നാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. വാർത്താ സമ്മേളനത്തിൽ കെ മുഹമ്മദ് അലി, ഷാജാൻ എന്ന മണി, ബാപ്പു ഹാജി, സുബൈർ, കെ.സി. ഉബൈദ് തുടങ്ങിയവർ പങ്കെടുത്തു. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.